AD 73 ശക്തമായ റോമൻ സൈന്യം മസാഡയിലെത്തി. റോമൻ സൈന്യവ്യൂഹം ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച ഭയാനകമാണ്. യസീനുകൾ ഒരിക്കലും അവരുടെ ചുരുളുകൾ വീണ്ടെടുക്കാൻ എത്താത്തതിന്റെ കാരണം മസാഡയിലെ റോമൻ സൈനിക മുന്നേറ്റത്തിൽ നിന്നും മനസ്സിലാക്കാമോ? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബൈബിൾ ലിഖിതങ്ങൾ 2000 വർഷമായി ചാവുകടൽ ഗുഹകളിൽ മറഞ്ഞിരുന്നത് ഇതുകൊണ്ടായിരിക്കുമോ? ചാവുകടൽ ചുരുളുകൾ. പുരാതനമായ ഈ ബൈബിൾ ലിഖിതങ്ങൾ ഒരു രഹസ്യ ജൂത വിഭാഗമാണ് സൂക്ഷിച്ചത്. യസീനുകൾ. തങ്ങളുടെ വിലയേറിയ ചുരുളുകളുമായി യസീനുകൾ ജീവനും കൊണ്ട് പലായനം ചെയ്യുകയായിരുന്നു. പരാജയപ്പെട്ട ഒരു കലാപത്തിനിടെ അവർ റോമാക്കാരിൽ നിന്നും രക്ഷപ്പെടുകയും മസാഡയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ജൂഡയിലെ മുഴുവൻ വിമതരുടെയും അവസാന ശക്തി കേന്ദ്രമായിരുന്നു മസാഡ. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന് എല്ലാ പ്രതിരോധങ്ങളെയും തകർക്കേണ്ടതുണ്ട്. അവരുടെ ദൃഷ്ടി മസാഡയിൽ പതിഞ്ഞു. എസീനുകളുടെ അവസാന അഭയകേന്ദ്രമായിരുന്നു അത്. AD 73 ഒരു വൻ റോമൻ സൈന്യം മസാഡ വളഞ്ഞു. ദുഷ്കരമായൊരു ദൗത്യത്തെയായിരുന്നു അവർ അഭിമുഖീകരിച്ചത്. കുത്തനെയുള്ള വഴുവഴുപ്പുള്ള ചെരുവുകളും ദുർഘടം പിടിച്ച പാറക്കെട്ടുകളും ശത്രുക്കളുടെ കോട്ടയെ വലയം ചെയ്യുന്നു. ഒരു വലിയ ജലസംഭരണികളുടെ ഒരു ശൃംഖലയാണ് പാറയ്ക്കുള്ളിൽ. കോട്ടയിലുള്ളവർക്ക് 10 വർഷത്തേക്ക് ഉപയോഗിക്കാനാവശ്യമായ വെള്ളം അവയിൽ ഉൾക്കൊള്ളും. കോട്ടയ്ക്ക് ചുറ്റും ഉയരമുള്ള ഇരട്ടമതിൽ സ്ഥിതി ചെയ്യുന്നു. 6 അടിയിലധികം കനമുണ്ടതിന്. 30 ഗോപുരങ്ങളിലായി കടന്നുകയറ്റക്കാരെ നിയന്ത്രിക്കുന്ന കാവൽക്കാർ. ഈ വമ്പൻ കോട്ട തകർത്ത് ജൂതരുടെ കലാപത്തെ അടിച്ചമർത്താൻ റോമക്കാർക്ക് എങ്ങനെ കഴിയും? റോമക്കാർ പർവ്വതത്തിനു ചുറ്റും 8 കോട്ടകൾ നിർമ്മിച്ചു. ഓരോ കോട്ടയും 1000 സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയുന്നവയായിരുന്നു. റോമക്കാർ മസാഡയെ വളയാൻ 6000 മുതൽ 8000 വരെ സൈനികരെ മരുഭൂമിയിലേക്ക് അയക്കുവാനും തീരുമാനിച്ചാൽ അവർ അത് നേടിയെടുത്തേ അടങ്ങൂ എന്നാണ് അർത്ഥം. 2 മൈൽ നീളവും 6 അടി കനവുമുള്ള കൽമതിൽ നിർമ്മിച്ചതായി ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. അത് പർവ്വതത്തെ ഒന്നാകെ ചുറ്റിവളയുന്നതാണ്. അങ്ങനെ മസാഡയിലെ അഭയകേന്ദ്രം റോമക്കാർ നിർമ്മിച്ച തടവറയായി മാറി. വിമതർക്ക് രക്ഷപ്പെടാൻ അവിടെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. കോട്ട വളഞ്ഞുള്ള യുദ്ധത്തിൽ റോമാക്കാർ വിദഗ്ധരാണ്. പുരാതന ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ മറ്റൊരിടത്തും നടത്താത്ത ആഞ്ഞടിക്കലാണ് റോമക്കാർ മസാഡയിൽ നടത്തിയത്. ഭീമൻ തൂണുകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് കോട്ടവാതിലുകൾ തകർക്കുന്ന പതിവ് സാങ്കേതിക വിദ്യ അവർക്ക് ഗോപുരത്തിന്റെ മുകളിൽ ഉപയോഗിക്കുവാൻ കഴിയില്ല. 1000 അടി ഉയരത്തിൽ കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടുകൾ മറികടക്കാൻ റോമക്കാർക്ക് ഒരു വഴി കണ്ടെത്തണം. അവർ കണ്ടെത്തിയ പരിഹാരം ഇത്തരത്തിലൊരു ഭീമൻ തിട്ട നിർമ്മിക്കുക എന്നതായിരുന്നു. അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണിത്. ഈ സ്ഥലം തിരഞ്ഞെടുത്തതിലൂടെ തങ്ങൾ നിർമ്മിക്കേണ്ട തിട്ടയുടെ ഉയരം പകുതിയായി കുറയ്ക്കാൻ റോമക്കാർക്ക് കഴിഞ്ഞു. എന്നിരുന്നാലും മരുഭൂമിയിലെ ചൂടിൽ 500 അടി ഉയരമുള്ള തിട്ട നിർമ്മിക്കുന്നത് റോമൻ സൈനികക്ഷമതയെ പരീക്ഷിക്കുന്നതായിരുന്നു. തിട്ട ഉയർന്ന് കോട്ടയിലെത്തുവാൻ റോമക്കാർ ലക്ഷക്കണക്കിന് ടൺ കല്ലും അവശിഷ്ടങ്ങളും കൂട്ടിയിടണമായിരുന്നു. അതിനുശേഷം മാത്രമേ അവർക്ക് അവരുടെ ആക്രമണ സന്നാഹങ്ങൾ കോട്ടമുകളിലേക്ക് എത്തിക്കുവാനും ആക്രമണം ആരംഭിക്കുവാനും കഴിയൂ. ആരോഗ്യവാനായ ഒരു സൈനികന് ഒരു നിശ്ചിത സമയത്തിൽ നീക്കാൻ കഴിയുന്ന കല്ലുകളുടെ എണ്ണം ഗവേഷകർ കണക്കാക്കിയിരുന്നു. കണക്കുകൾ പ്രകാരം 9 ആഴ്ചയ്ക്കുള്ളിൽ റോമക്കാർ അവരുടെ ആക്രമണ സന്നാഹങ്ങളെ നിർമ്മിച്ചതായി ഗവേഷകർ കണക്കുകൂട്ടി. അതിനാൽ തന്നെ മസാഡയിലെ അഭയാർത്ഥികൾക്കും റോമക്കാരുടെ കൈകളാലുള്ള മരണത്തിനുമിടയിൽ കുന്നിൻ മുകളിലെ പ്രതിരോധം മാത്രമാണ് നിലകൊള്ളുന്നത്. അവരുടെ ചാവുകടൽ ചുരുളുകൾ മാത്രം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷരായത് അതുകൊണ്ടായിരിക്കുമോ? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുന്ന തെളിവുകൾ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജൂതകലാപത്തിൽ യസീനുകൾ മസാഡയിലെ മലമുകളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ റോമക്കാർ കോട്ട വളയുകയും അവരുടെ അവസാന അടവ് പുറത്തെടുക്കുകയും ചെയ്തു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തിലുള്ള ആത്യന്തികമായ ഏറ്റുമുട്ടലായിരുന്നു. ഇരുട്ടിന്റെ പുത്രന്മാർക്കെതിരെ വെളിച്ചത്തിന്റെ പുത്രന്മാർ. അവർ റോമക്കാരെ നേരിട്ടതോടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി. വിജയം അല്ലെങ്കിൽ മരണം, അതല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. കോട്ടമതിൽ തകർക്കുവാൻ അവർ ഇടയിൽ തൂണുകളും ഉപരോധ ഗോപുരങ്ങളും ഉപയോഗിച്ചു. പ്രതിരോധക്കാർ നിർമ്മിച്ച 2ാമത്തെ വേലിക്കെട്ട് നശിപ്പിക്കുന്നതിനായി റോമക്കാർ അതിനെ തീയിട്ടു. സൂര്യനസ്തമിച്ചപ്പോൾ റോമക്കാർ ആക്രമണം താൽക്കാലികമായി നിർത്തി. അത് വളരെ പ്രതീകാത്മകമായ സൂര്യാസ്തമനമായിരുന്നു. അന്ത്യം അടുത്തിരിക്കുന്നത് വ്യക്തമായിരിക്കുന്നു. ആ ക്രൂരതകളെപ്പറ്റി പുരാതന ജൂതചരിത്രകാരനായ ജോസിഫസ് ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു.
അഭിമാനികൾ എന്ന നിലയിൽ അവർക്ക് ഇപ്പോൾ ചെയ്യുവാൻ കഴിയുന്നതായി ഒരേ ഒരു കാര്യമേയുള്ളൂ, അത് ആത്മഹത്യ ചെയ്യുക എന്നതാണ്. 10 വിമതർ മറ്റുള്ള 900 പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ അപഹരിച്ചു. ആ 10-ൽ ഒരാൾ 9 പേരെ കൊല്ലുകയും കോട്ടയ്ക്ക് തീയിടുകയും സ്വന്തം ജീവനൊടുക്കുകയും ചെയ്തു. റോമക്കാർ മസാഡയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വസിച്ചിരുന്നവരെല്ലാം മരിച്ചിരുന്നു. യസീനുകൾ അവരുടെ ചുരുളുകളിൽ പ്രവചിച്ചിരിക്കുന്ന മഹാദുരന്തം യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്നാൽ അവർ മരിക്കുന്നതിനു മുമ്പായി ഒരു സുപ്രധാന പ്രവൃത്തി ചെയ്തു എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. മസാഡയിൽ ഗവേഷകർ നടത്തിയ പര്യവേഷണത്തിൽ ആ ഗുഹയിൽ നിന്നും ഖുംറാനിലേതിന് സമാനമായ ഭരണികൾ ഇവിടെ കണ്ടെത്തി. മരണത്തെ മുഖാമുഖം കണ്ട യസീനുകൾ തങ്ങളുടെ അവസാനത്തെ ചുരുളുകൾ ഖുംറാനിൽ ചെയ്തതുപോലെ മസാഡയിലെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. യസീനുകൾ അപ്രത്യക്ഷമായിരിക്കാം, പക്ഷേ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ബൈബിൾ നിധികളാണ് അവർ അവശേഷിപ്പിച്ചത്. മസാഡയിലെ കുന്നിൻ മുകളിലുണ്ടായിരുന്ന യസീനുകൾ മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ ആശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. യസീനുകൾ നമ്മെ വിട്ടുപോയത് ധാരാളം വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ്. ക്രിസ്തുവിന്റെ ലോകത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ ജൂതമതത്തെക്കുറിച്ചും ആത്യന്തികമായി ആദിമ ക്രൈസ്തവത ഉടലെടുത്ത സംഭവത്തെക്കുറിച്ചുമെല്ലാം അവ നമ്മളോട് പറയുന്നുണ്ട്. ഈ ഗുഹകൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ബൈബിൾ ജൂഡയിലെ മരുഭൂമിയിൽ മൺമറഞ്ഞു പോവുകയും യസീനുകൾ വിസ്മൃതിയിലാണ്ട് പോവുകയും ചെയ്തേനെ. ഇന്ന് ലോകത്ത് എല്ലാവർക്കും ചാവുകടൽ ചുരുളുകൾ വായിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തൂ.